ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 എന്ന ഈ വർഷത്തിൽ ഏറ്റവും വലിയ വിജയം ഒപ്പം തന്നെ ഏറ്റവും വലിയ ലാഭകരമായി മാറിയ സിനിമ എന്നൊക്കെ നിസ്സംശയം പറയാവുന്ന സിനിമയാണല്ലോ കിഷ്കിന്ധകാണ്ഡം. ചിത്രം ഇപ്പോഴത്തെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക്, സിനിമയുടെ അവസാനത്തെ ഞായറാഴ്ച, പ്രധാനപ്പെട്ട ഞായറാഴ്ച എന്നൊക്കെ പറയാവുന്ന ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് 25ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെക്കാൾ നല്ല ദിവസമായിട്ട് ആസിഫ് അലി സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 29 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 48 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ ശനിയാഴ്ച 65 ലക്ഷത്തോളം കേരള ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് 1 കോടിയിലേറെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ ആകെ കേരള ഗ്രോസ് റിപ്പോർട്ട് നാളെ പുറത്തു വരുന്നതാണ്. 40 കോടിക്കടുത്ത് കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് വിദേശ രാജ്യത്ത് നിന്ന് മാത്രം 28 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 25 ദിവസങ്ങൾ കൊണ്ട് 73 കോടി കടക്കുന്നതാണ്. 6 കോടിയിൽ താഴെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഓണം റിലീസ് ആസിഫ് അലി സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം 17-18 കോടി റേഞ്ചിൽ ഷെയർ കളക്ഷൻ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ജോബി ജോർജിന്റെ കരിയറിലെ ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കുന്ന സിനിമ കൂടിയായിട്ട് കിഷ്കിന്ധകാണ്ഡം മാറിയിരിക്കുകയാണ്. മോളിവുഡിൽ മെഗാസ്റ്റാർ സിനിമകളടക്കം നിർമ്മിച്ച ജോബി ജോർജിന് ഏറ്റവും വലിയ ലാഭം നേടിക്കൊടുക്കുന്നത് ആസിഫ് അലി ആണെന്ന് പറയുമ്പോൾ ആസിഫ് അലിക്കും അത് വലിയ നേട്ടമാണ് എന്ന് സംശയം പറയാം. അപ്പോൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത കിഷ്കിന്ധകാണ്ഡത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.